അപ്പോൾ കല്യാണ വിശേഷങ്ങൾ കണ്ടേ എല്ലാം തലേന്ന് പറഞ്ഞിട്ടുള്ള അന്നത്തെ ദിവസം വരെയുള്ളത്. അപ്പോൾ വീഡിയോയ്ക്ക് പോയാലോ? അതിന് മുന്നായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ ഞങ്ങൾ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ സെയിം ക്ലാസ്സിൽ സെയിം ബെഞ്ചിൽ ഒപ്പം ഇരുന്ന് പഠിച്ച് അത്രയും ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണം. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവൾക്ക് ഒരിക്കലും മറക്കൂല ആ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു, ഞങ്ങൾ കൊടുത്ത മെമ്മറീസ് അവൾ ഒരിക്കലും മറക്കൂല. അപ്പോൾ ആ വീഡിയോക്ക് പോയാലോ? ഫുള്ളായിട്ട് നമുക്ക് അപ്പോൾ ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ. ഫസ്റ്റ് തന്നെ ഞങ്ങൾ അവൾക്ക് പണി കൊടുക്കണം എന്നുള്ള ചിന്തയിലാണ് പോയത്. അപ്പോൾ ഞങ്ങൾ 2 മാസ്ക് ഒക്കെ ഉണ്ടാക്കി വെച്ച് ഫോട്ടോ സ്റ്റുഡിയോയിൽ പോയി. അവിടുത്തെ ഏട്ടനോട് ഭയങ്കര കമ്പനിയാണ്. പിന്നെ ഞാനും ഓരോ കോപ്രായങ്ങൾ കേട്ടാണ് ആ മാസ്ക് കൊണ്ട് ആ 2ഉം ചെയ്യണതിന് മുന്നേ തന്നെ തുടങ്ങി. പ്രിൻ്റ് ഇട്ട മുതലേ ഞങ്ങൾ അതിമ കോപ്രായങ്ങളും കാട്ടിയത് പണി. പിന്നെ തല ഉണ്ടാർത്തു, തലയൊക്കെ വെട്ടി ഷേപ്പാക്കി ഒരുമിച്ചാക്കി. പിന്നെ ഞങ്ങളുടേതായിട്ടുള്ള ഞങ്ങളൊരു കോപ്രായങ്ങൾ ഓട് വെക്കണം, ഉമ്മ കൊടുക്കണ പോലെ ഞങ്ങൾ എങ്ങനെ ചെയ്യാം, എങ്ങനെ പണി കൊടുക്കാം എന്നുള്ളൊരു മൈൻഡ് ചെയ്തു. അപ്പം അതൊക്കെ സെറ്റാക്കി ആ ഏട്ടൻ താക്കണ കണ്ണൊക്കെ മുറിച്ചെന്നു. കണ്ണ് കാണണ്ടേ ഞങ്ങൾ ഒരു പ്ലാനും ഇല്ലാതെ പെട്ടെന്നുണ്ടായ പ്ലാനാട്ടത്. മാസ്ക് ഉണ്ടാക്കുക, എന്തെങ്കിലും കൊടുക്കണ്ടേ അപ്പം തോന്നിയതാണ്. അപ്പം ഓളത് കമ്മലാണ് ഹൈലൈറ്റ്. കമ്മലിൻ്റെ ഹൈലൈറ്റ് പറഞ്ഞ കമ്മലിൻ്റെ തന്നെ എത്രങ്ങാനും വലുത് അറിവുള്ള സ്കൂളിലേക്ക് വരികയാണെങ്കിലും കമ്മലൊക്കെ വലിയ കമ്മൽ ഒരിക്കലും സാർമാരൊക്കെ നോട്ട് ചെയ്തത് ആ കമ്മലാണ്. കുട്ടികൾ വരെ വേറെ ക്ലാസ്സിൽ കുട്ടികൾ വരെ നോട്ട് ചെയ്തോളെ കമ്മലാണ്. അങ്ങനെ ഉണ്ടാക്കി കല്യാണ തലേന്ന് ചെറിയ പരിപാടി ഉണ്ടായിരുന്നു. ഒരുങ്ങുന്ന സ്ഥലത്ത് ഞങ്ങൾ മാസ്കും കൊണ്ടുപോയി. അത് ഞെട്ടി, ചിരിക്കാൻ തുടങ്ങി. പിന്നെ ഒരുക്കൊന്നും കഴിഞ്ഞില്ല, എല്ലാം ലേറ്റായിട്ടാണ് പരിപാടി സ്റ്റാർട്ട് ചെയ്തത്. ഒരു 8 മണി ആയപ്പോഴാണ് പരിപാടി തന്നെ തുടങ്ങിയത്. പിന്നെ കുറേ ആൾക്കാരൊന്നുമില്ല, കുറച്ച് ക്ലോസിലായിട്ടുള്ള റിലേറ്റബിൾ ആയിട്ടുള്ള കുട്ടികൾ മാത്രം, ക്ലോസ് ഫ്രണ്ട്സ് മാത്രം. പിന്നെ ഔട്ട്ഫിറ്റ് ചെക്കിങ്. ഞങ്ങൾ ഔട്ട്ഫിറ്റ് ചെക്കിങ് എടുക്കുക, അങ്ങോട്ട് നിൽക്കുക ഇങ്ങോട്ട് നിൽക്കുക. ഞാൻ അങ്ങനെ ഓരോന്നും പറയും, അങ്ങോട്ട് പോ. ഞാൻ പിന്നെ അങ്ങനെ ക്യൂട്ട്നെസ് വാരിയിടായിരുന്നു എൻ്റെ ഫേസിൽ നിന്ന്. പിന്നെ ഇതാണ് അമില, ഞങ്ങൾ 5ാം ക്ലാസ് മുതലുള്ള ഫ്രണ്ട് കേട്ടോ. ഇത് സാന്ദ്ര. അപ്പോൾ ഓരോ പാട്ടൊക്കെ ഉണ്ടായിരുന്നു സൈഡിൽ. അപ്പോൾ ഞങ്ങളിങ്ങനെ കളിക്കുകയാണ്. പിന്നെ ചെറിയ കുട്ടികൾ അതിനൊക്കെ കൊണ്ട് ക്യാമറ എടുത്ത് പോവുക. പിന്നെ ഓരോ കോപ്രായങ്ങൾ. പിന്നെ ഞാൻ പേടിപ്പിച്ച പോലെ ഉണ്ട്, ചിരിക്കണമില്ല ഒന്നുമില്ല. ഇവൻ ഭയങ്കര ചിരി. എന്നിട്ട് പറയണ്ട്, ഞാൻ ക്യാമറ തരി, ഞാൻ ഫോട്ടോ എടുക്കാം. ക്യാമറ ഒന്നും അങ്ങനെ കൊടുക്കാൻ പാടില്ല. പിന്നെ മൈലാഞ്ചിടലായിട്ടോ. കണ്ടില്ല. ഓളൊരു ഓൾഡ് തീമാണ് ഓള് കണ്ടുപിടിച്ചത്. ഓൾഡ് തീമായിട്ട് മതി എന്നൊരു ഇതായിരുന്നു. പിന്നെ ചിലവ് കുറച്ച് അങ്ങനെ. പിന്നെ പാട്ടാടാണ്. ഈ കുട്ടീൻ്റെ അമ്മയാണ് ഇത്. ഞങ്ങളെ സന്തൂർ മമ്മി. ഈ കുട്ടികളിൽ പാട്ട് പാടാനൊന്നും വയ്ക്കില്ല. അമ്മയാണ് നല്ല പാട്ടുകാരി, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ആ പാട്ടിനകത്ത് ഞങ്ങൾ ഡാൻസ്. ഞങ്ങൾ സ്റ്റേജിലേക്ക് ഇറങ്ങിയതും പിന്നെ ആകെ വൈബായി. എല്ലാവരും സ്റ്റേജിൽ കയറി. പ്രത്യേകിച്ച് ഡാൻസും പാട്ടും ഒന്നും ഞങ്ങളങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടില്ല, എടുത്തു വെച്ചിട്ടില്ല. ഇങ്ങനെ ഡാൻസ് കളിക്കണം, പാട്ട് കളിക്കണം. അപ്പോൾ പെട്ടെന്നൊരു തോന്നൽ, ഡാൻസ് കളിക്കല്ലേ പാട്ട് കളിക്കല്ലേ, അങ്ങനെ ഒരു പാട്ടൊന്നും ഇട്ട് കളിക്കൽ തുടങ്ങി. ഫുള്ള് വൈബായി. പിന്നെ ഞങ്ങൾ ആ മാസ്കിലുള്ള ഡാൻസ് കളിക്കണം എന്നുള്ളൊരു മൈൻഡിലുണ്ടായിരുന്നു. കളിക്കാൻ കഴിയോ ഇല്ലേന്നൊക്കെ അറിയില്ല. കാരണം കോൺഫിഡൻസ് ഭയങ്കര കുറവായിരുന്നു, രണ്ടിനും കോൺഫിഡൻസ് കുറവായിരുന്നു. പിന്നെ ആൾക്കാർ കുറവാണ് എന്നുള്ളതിൽ മാത്രമാണ് ഞങ്ങൾ സ്റ്റേജിൽ ഇറങ്ങി. അല്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങുകയൊക്കെ ചെയ്യും കേട്ടോ. ഒന്ന് സെറ്റാണല്ലോ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. എന്ത് ഫീൽ അടിക്കുന്നു? പേടിയുണ്ടോ? നല്ല പേടിയുണ്ട്. പേടിയുണ്ട്, നല്ല പേടിയുണ്ട്. ചില്ലറ പേടൊന്നുമല്ല. ഷാനമോളായി കമ്മലിട്ടാ അന്തത് കാണൂല. ഒന്ന് അയ്യോ ഇങ്ങനെ കാക്ക് ആ നഖമൊക്കെ ഒന്ന് കാണണ്ട. അങ്ങനെ ഇങ്ങനെ അടിപൊളി. ആ അതെ, ഇതെന്തായാലും എടുക്കണേ.
10 മണിക്ക് ഉമ്മ എത്താൻ പറഞ്ഞു. 10 മണി 9 മണി ആയപ്പോൾ ഞങ്ങൾ ഡാൻസും പാട്ടൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു നേരം വൈകിക്കണം. ഉമ്മ ഇങ്ങനെ വിളിക്കുകയാണ്, എത്താനായില്ലേ വീട്ടിലേക്ക് കയറ്റൂലേ എന്നൊരു പേടിനിന്നു. പക്ഷെ കയറ്റി. പിന്നെ മൈലാഞ്ചൊക്കെ ഇട്ട് ഒരു 12 മണിയായി മൈലാഞ്ചിന് ഇട്ടൊക്കെ കഴിഞ്ഞപ്പോൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് കുറേ കോപ്രായങ്ങളൊക്കെ കാട്ടി. എപ്പോഴാണ് കടന്നതൊന്നും ആർക്കും ഓർമ്മയില്ല. രാവിലെ ആയിട്ടുണ്ട് ഏതായാലും കടന്നത്. അന്ന് രാവിലെ രാവിലെ ആയപ്പോൾ ഉമ്മ നീപ്പിച്ച്, ഉമ്മയല്ല ഹിബ നീപ്പിച്ചു. പിന്നെ ഞങ്ങൾ പത്തിരിയും ചിക്കനും വെള്ളപ്പൊക്കെ കഴിച്ചു. പിന്നെ ഞാനത് ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കുകയാണ്. അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുങ്ങി. ഓള് 8 മണിയാകുമ്പോൾ എത്താൻ പറഞ്ഞതായിരുന്നു ഞങ്ങളോട്. ഞങ്ങൾ നല്ല കൃത്യനിഷ്ഠത ഞങ്ങൾക്ക് കൂടുതലാണ്, സമയം ഞങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഞങ്ങൾ 10:30 എത്തി. കുറച്ച് ഓളിൽ നിന്നൊക്കെ ചീറ്റൊക്കെ കിട്ടി. കാരണം ഞങ്ങൾ എത്രങ്ങാനും ആൾക്കാരുണ്ട്, ഒരുങ്ങി കഴിയണ്ടേ, ഇതെല്ലാം കഴിയണ്ടേ. അങ്ങനെ ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. കുറച്ച് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ ചെക്കൻ്റെ അവിടെ നിന്ന് കോളും വന്നു, എത്താനായി വരാൻ പറഞ്ഞു. മതി ഫോട്ടോ എടുത്തത്, ഇനി അങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയി. അതിൻ്റെ മുന്നേ കുറേ കോപ്രായങ്ങളൊക്കെ ആക്കി ഞങ്ങൾ കാറിലാണ് പോയത്, ക്യാമറമാൻ്റെ കാറിലാണ് പോയത്. അവിടെ എത്തി. ആൾക്കാരൊക്കെ കുറവായിരുന്നു, ഫസ്റ്റ് ആൾക്കാരൊക്കെ കുറവായിരുന്നു. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കുറേ ആൾക്കാർ അപ്പോഴാണ് എത്തിച്ചേരുന്നത്. ഇതാട്ടെ ഞങ്ങളെ എന്താ പറയുക, ഓഡിറ്റോറിയം. ഇതാണ് ഞങ്ങൾ ഓഡിറ്റോറിയം. ഷഹനാമോള് ഷഹനാമോള് വിവാഹം ഇസ്ലാമിൽ ഒരു പുണ്യമാണ്. ചിരിച്ച് ലാസ്റ്റ് കാര്യമായി. ഓളം മഫ്ത ഞാൻ കോളാക്കി. പിന്നെ ചെക്കൻ വന്നിട്ടോ. എന്താ പറയാ, ഈ നിമിഷം ഷാനമോൾക്ക് ഈ നിമിഷം എന്താ പറയാനുള്ളത്? ഫുഡ് കഴിക്കണം, വിശക്കണം. കണ്ണ് നിറയ്ക്കുന്നു കുറേ നേരമായിട്ട്. പിന്നെ ഓൾക്ക് ഞാൻ ചോറൊക്കെ വാരി കൊടുത്തു. എനിക്കൊക്കെ ഈ സമയമൊക്കെ ഓർമ്മ വരുന്നത് ഓള് ഞങ്ങൾക്ക് വാരി തരുന്നത്. എപ്പോഴും ഞങ്ങൾക്ക് ചോറ് വാങ്ങി തരുന്ന ആള് ഷഹനമോളെ. അങ്ങനെ ക്യാമറമാൻക്ക് ഒരു അസിസ്റ്റന്റിനും കിട്ടി കുട പിടിച്ചു കൊടുക്കാൻ. ഓളെ കോപ്രായങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ ഇതിനെ ചിരിക്കണേ. പിന്നെ ഇത് ഞാൻ വീഡിയോ എടുക്കാൻ നേരത്ത് ഓള് നേരെ മഫ്തയും കൊണ്ട് ഓളെ മുഖം മറിച്ചാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫസ്റ്റ് പോയ സ്ഥലത്തേക്ക് തന്നെ വീണ്ടും പോയി. കല്യാണ പെണ്ണുമായിട്ടുള്ള കുറച്ച് ഫോട്ടോസ് എടുക്കണുണ്ടായിരുന്നു. ആ ടൈമിൽ ഞങ്ങൾ സിംഗിൾ ഫോട്ടോ എടുത്തിട്ടോ. ഞാൻ സിംഗിൾ ഫോട്ടോ എടുത്തു. പിന്നെ ഞാനും അമിലിയും സാന്ദ്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയം. ബാക്കിയുള്ള രണ്ടാളും വീട്ടിലേക്ക് പോയി, ഓല വീട്ടിലേക്ക് പോയി. പിന്നെ ഞങ്ങളതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ പാവമുണ്ട്, ഓളത് പിടിച്ചെടുക്കോളെ ആ ഡ്രസ്സ് പിടിച്ചെടുക്കാനായിട്ട് പാവം തോന്നി. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ദിവസം. ബൈ ബൈ. അപ്പോൾ കല്യാണം എങ്ങനെ ഉണ്ട്, സെറ്റല്ലേ?